സ്കൂളത്തെ കൂട്ടുകാരെല്ലാവരും മീനാക്ഷിയും ദിയും നീയും എല്ലാവരും ഡാൻസ് പഠിക്കുന്നുണ്ട്. എനിക്കും പഠിക്കണം അമ്മ. വിഷമിക്കേണ്ട മോളെ, എല്ലാം ശരിയാവും. മോള് ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക. ക്കാരൻ്റെ ഉപമ നാം എത്ര തവണ കേട്ടിട്ടുണ്ട്? ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ആർഭാടങ്ങൾ മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോഴാണ് ഈശോ നമ്മോട് പറഞ്ഞതുപോലെ നീയും അതുപോലെ ചെയ്യുക എന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിലും അർത്ഥമാകുന്നത്. ഇന്നത്തെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. പ്രസംഗം സൂപ്പറായി എന്ന് എല്ലാ ആഴ്ചയും നിങ്ങൾ പറയുന്നുണ്ട്. എന്താ കാര്യം? ആ ജോസഫിൻ്റെ ഭാര്യയുടെ കാര്യം മഹാ കഷ്ടമാണ്. ഒരു വരുമാനമാർഗവുമില്ലാതെ ആ കൊച്ചിനെ അവളെങ്ങനെ വളർത്തും? ഇങ്ങനെയുള്ളവരെ നമ്മളല്ലേ സഹായിക്കേണ്ടത്? അച്ഛനും അതല്ലേ ചേട്ടാ പറഞ്ഞത്, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന്. ആ ലിസി, ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഹലോ, ഞാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആണ്. താങ്കളെ ഓഫീസ് സ്റ്റാഫായി നിയോഗിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ജോലിക്ക് കയറുമെന്നുള്ള പ്രതീക്ഷയോടുണ്ട്.